വനിതാ സംവരണ ബില്ലിന്റെ പേരിൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നു എന്നതായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. വനിതാ സംവരണത്തോടെ എതിർപ്പില്ല, എന്നാൽ മണ്ഡല പുനർനിർണയം അനുവദിക്കില്ല. ബില്ലിൽ BJPയുടെ ചതിക്കുഴികൾ ഉണ്ട് എന്നും KC വേണുഗോപാൽ പറഞ്ഞു. മണ്ഡല പുനർനിർണയം ഈ ഭരിക്കുന്ന ഗവൺമെന്റ് ഇഷ്ടം പോലെ നടത്താനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ബില്ലായിട്ടാണ് ഈ ബില്ല് മാറാൻ വേണ്ടി പോകുന്നത്. അതിന്റെ അർത്ഥം എന്താ? ആസാമിലും ജമ്മു കാശ്മീരിലും നമ്മൾ കണ്ടതാണ്. വനിതാ സംവരണം എന്ന് പറയുന്നത് 2023 പാസ്സാക്കിയിട്ടുണ്ട്. ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു, 543 അംഗ പാർലമെന്റിൽ വനിതാ സംവരണം നടപ്പിലാക്കട്ടെ, 1/3 വനിതാ സംവരണം നടപ്പിലാക്കട്ടെ. ഞങ്ങളെല്ലാം പിന്തുണക്കാൻ തയ്യാറാണ്. വനിതാ സംവരണത്തിലെ മറ പിടിച്ചുകൊണ്ട് ഈ ജനാധിപത്യത്തെ മുഴുവൻ കശാപ്പ് ചെയ്ത് ഇന്ത്യയിലെ ഭരണം എല്ലാ കാലത്തും തങ്ങളുടെ കയ്യിൽ നിർത്താമെന്നാണ് ഈ ബില്ലിലൂടെ അവർ വ്യാമോഹിക്കുന്നത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഇതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. എന്തായാലും ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ കൂടി പിന്തുണയില്ലാതെ മുന്നോട്ട് പോകാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് സാധിക്കില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതെന്തുകൊണ്ട് എന്നത് നമുക്ക് പരിശോധിക്കാം. കാരണം ഇപ്പോഴത്തെ ലോക്സഭയിലെ അംഗബലം നമുക്ക് പരിശോധിക്കാം. നമുക്കറിയാം 540 സീറ്റുകൾ ഉള്ള ലോക്സഭ. ആ ലോക്സഭയിൽ 2/3 ഭൂരിപക്ഷം നേടിയാൽ മാത്രമാണ് ഈ ബിൽ പാസ്സാക്കപ്പെടുകയുള്ളൂ എന്നതാണ്. അവിടെയാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് അടക്കം നിർണായകമാകാൻ പോകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു മണ്ഡല പുനർനിർണയ ബിൽ അവതരിപ്പിക്കുമ്പോൾ NDA ഇതര അംഗങ്ങൾ എന്ത് സ്വീകരിക്കും? ഇപ്പോൾ 289 അംഗങ്ങൾ ആണ് NDAക്ക് ഉള്ളത് എന്നതാണ്. 540 അംഗങ്ങളിൽ 289 അംഗങ്ങൾ NDAക്കുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ 2/3 ഭൂരിപക്ഷത്തിന് 360 പേരുടെ പിന്തുണ വേണം എന്നതാണ്. അവിടെയാണ് NDA ഇതര അംഗങ്ങളുടെ എണ്ണം എന്നത് 249 എന്നതിലേക്ക് എത്തി നിൽക്കുന്നു. ഇന്ത്യ സഖ്യം ഇപ്പോൾ ഈ ബില്ലിനെ എതിർക്കുമ്പോൾ അവരുടെ അംഗബലം എന്നത് 243 ആണ്. ഇന്ത്യ സഖ്യത്തിൽ ഉൾപ്പെടാതിരിക്കുകയും NDAയുടെ ഭാഗമല്ലാതിരിക്കുകയും ചെയ്യുന്ന 13 അംഗങ്ങൾ കൂടി ലോക്സഭയിലുണ്ട്. അപ്പോൾ ഈ NDA ഇതര അംഗങ്ങളുടെ പിന്തുണ ഇല്ലാതെ ബിൽ പാസ്സാക്കപ്പെടില്ല എന്നത് ഉറപ്പാണ്. ഇന്ത്യ സഖ്യം എതിർക്കുകയും മറ്റുള്ളവർ എതിർപ്പ് അറിയിക്കുകയും ചെയ്യുമ്പോൾ ഭൂരിപക്ഷം എന്നത് NDA ഇതര വിഭാഗത്തിനാണ് എന്നതിലേക്ക് കാര്യങ്ങൾ എത്തും. കാരണം 2/3 ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ 360 അംഗങ്ങളുടെ പിന്തുണയാണ് ഈ ബിൽ പാസ്സാക്കിയെടുക്കാൻ വേണ്ടത്. ഇനി നമ്മൾ രാജ്യസഭയിലേക്ക്, അതായത് ലോക്സഭയിൽ ആണ് ഇന്ന് ഈ ബിൽ അവതരിപ്പിക്കുന്നത്. ലോക്സഭയിൽ 2 ദിവസത്തെ ചർച്ചയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ആ ഷെഡ്യൂളിൽ ചർച്ചകളിൽ എല്ലാവരും പങ്കെടുത്ത ശേഷം അത് വോട്ടിനിട്ട് പാസ്സാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നീട് ഇത് രാജ്യസഭയിലേക്ക് എത്തുന്നു. രാജ്യസഭയിലും ഇതുപോലെ തന്നെയുള്ള ചർച്ചകൾ നടക്കും. ചർച്ചയ്ക്ക് ശേഷം വോട്ടെടുപ്പിലേക്ക് പോകും. അവിടെയും ഈ തരത്തിൽ പ്രതിസന്ധി നേരിടുന്നു എന്നത് തന്നെയാണ്. നിലവിലെ MPമാരുടെ പട്ടിക 244 എന്നതാണ്. അങ്ങനെ 244 MPമാർ ഉള്ള രാജ്യസഭയിൽ NDAക്ക് കേവലം 141 അംഗങ്ങളേ ഉള്ളൂ. ഇന്ത്യ സഖ്യത്തിൻ്റെത് 86 മറ്റുള്ളവരുടേത് 17 അപ്പോൾ 86ഉം 17ഉം എന്ന നിലയിലേക്ക് ബില്ലിനെ എതിർക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ 163 പേരുടെ പിന്തുണ വേണം എന്നതാണ് എടുത്തു പറയേണ്ടത്, 2/3 ഭൂരിപക്ഷത്തിന്. അപ്പോൾ ഏത് നിലയിലും NDAക്ക് ഒറ്റയ്ക്ക് ഈ ബിൽ പാസ്സാക്കിയെടുക്കാനാവില്ല എന്നിടത്താണ് പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാടുകൾ നിർണായകമാകുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ആവർത്തിച്ച് പറയുന്നത് വനിതാ സംവരണത്തോട് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു വിയോജിപ്പും ഇല്ല. മറിച്ച് വനിതാ സംവരണത്തിന്റെ പേരിൽ മണ്ഡല പുനർനിർണയം നടത്തി BJPക്ക് അധികാരത്തിൽ തുടരുവാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് എതിർക്കുന്നത് എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഇപ്പോൾ സമയം ഏതാണ്ട് 10:13 ആയിരിക്കുന്നു. ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ ഈ നിയമ ഭേദഗതി പാർലമെന്റിൽ അവതരിപ്പിക്കാൻ. 11 മണിയോടുകൂടി പാർലമെന്റ് നടപടികൾ ആരംഭിക്കും. ആ ഘട്ടത്തിൽ നമുക്ക് ഈ വാർത്തയിലേക്ക് തിരികെ എത്താം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.